നമസ്കാരം. എനിക്കിന്ന് പറയാനുള്ളത് കഴിഞ്ഞ 2 ദിവസമായി സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ചർച്ച നടക്കുന്ന ഒരു വിഷയത്തെ പറ്റിയാണ്. അമൃത സുരേഷ് എന്ന ഗായികയും ബാല എന്ന നടനും അവരുടെ കുടുംബ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ മകൾ കൂടി ഇപ്പോൾ രംഗത്തേക്ക് വന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 14 വർഷത്തിലേറെയായി വിവാഹം കഴിഞ്ഞ് വേർപിരിഞ്ഞ് താമസിക്കുന്ന രണ്ടുപേരാണ്. ഡിവോഴ്സ് മ്യൂച്വലി തന്നെ ഡിവോഴ്സിന്റെ പ്രൊസീജിയർ എല്ലാം പൂർത്തിയാക്കി വേർപിരിഞ്ഞ് താമസിക്കുന്ന രണ്ടുപേരാണ് ബാലയും അമൃതയും. 14 വർഷത്തിനിടയിൽ അമൃതയെ നമ്മൾ ഒരിക്കൽ മാത്രമേ ഒരു ന്യായീകരണ വീഡിയോയുമായി പൊതുസമൂഹത്ത് കണ്ടിട്ടുള്ളൂ. ബാക്കിയുള്ള കാലഘട്ടങ്ങളിലെല്ലാം അവരവരുടെ പ്രൊഫഷണൽ കാര്യങ്ങളെക്കുറിച്ചും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചും മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. ഇതുവരെ അവരവരുടെ കുടുംബ പ്രശ്നങ്ങളൊന്നും തന്നെ സമൂഹത്തിന് മുന്നിൽ വന്ന് സംസാരിക്കാനുള്ള സാഹചര്യം അവരായി ഉണ്ടാക്കിയില്ല. അത് അവരുടെ ഏറ്റവും വലിയൊരു മാന്യതയായി തന്നെയാണ് ഞാൻ ഇപ്പോഴും കാണുന്നത്. എന്നാൽ കഴിഞ്ഞ 14 വർഷവും അമൃത സുരേഷിനെ സോഷ്യൽ മീഡിയയിലൂടെ അപമാനിക്കുകയായിരുന്നു ബാല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു വിവാഹ ജീവിതത്തിൽ ഏർപ്പെടുമ്പോൾ, ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ വിവാഹ ജീവിതത്തിൽ ഏർപ്പെടുമ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകും. ആ പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിൽ വന്ന് പറഞ്ഞ് ഒരാളെ നിരന്തരമായി അപമാനിക്കുക എന്നുള്ളത് ശരിയായ ഒരു നടപടിയല്ല. പ്രത്യേകിച്ച് അവർ പിരിയാനുണ്ടായ സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ അത്തരത്തിലുള്ള ഒരു പരാമർശവും നടത്തില്ല എന്ന് വളരെ കൃത്യമായി എഴുതി തയ്യാറാക്കിക്കൊണ്ടാണ് അവർ വേർപിരിഞ്ഞിട്ടുള്ളത്. ഈ വഴക്കിനിടയിൽ പെട്ടുപോയ ഒരു പെൺകുട്ടി വളരെ നിസ്സഹായാവസ്ഥയോടുകൂടി ഇന്നലെ 12 വയസ്സുള്ള ഒരു കുട്ടി സോഷ്യൽ മീഡിയയിൽ വന്ന് ദയവ് ചെയ്ത് ഉപദ്രവിക്കരുതെന്ന് പറയുന്ന സാഹചര്യമുണ്ടായി. ആ സാഹചര്യത്തെ ഞാനും അനുകൂലിക്കുന്ന ആളല്ല. കാരണം അച്ഛനെയും അമ്മയുടെയും അവരുടെ സ്റ്റാറ്റസ്, അല്ലെങ്കിൽ ആരാണ് ശരി ആരാണ് തെറ്റ് എന്ന് ഒരു അച്ഛനും അമ്മയും തമ്മിലുള്ള ഒരു യുദ്ധത്തിൽ തീരുമാനിക്കേണ്ട ഒരു റഫറിയോ അല്ലെങ്കിൽ അതിനുപയോഗിക്കേണ്ട ഒരു പരിചയോ വാളും ഒന്നുമല്ല നമ്മുടെ കുട്ടികൾ എന്ന ബോധ്യം നമുക്ക് ആദ്യം ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ കുട്ടികളെ ഇറക്കി ഇത്തരത്തിൽ പറയുന്നതിനെ ഒരു തരത്തിലും അനുകൂലിക്കുന്ന ഒരാളല്ല ഞാൻ. എന്നാൽ ഇവിടെ ആ കാര്യത്തിൽ അല്പം വ്യത്യസ്തമായ അഭിപ്രായം എനിക്കുണ്ട്. കാരണം ഈ അമൃത സുരേഷിന്റെ മകൾ ഒരു വ്ളോഗറാണ്. പണ്ടത്തെ കാലത്തെ കുട്ടികളെ പോലെയല്ല, ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾ കുറച്ചുകൂടി സമൂഹത്തിൽ ഇടപെടുകയും സംസാരിക്കുകയും വിഷയങ്ങളെക്കുറിച്ച് ഗ്രാഹ്യമുള്ള കുട്ടികളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ആ കുട്ടി പലതരത്തിലുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നുണ്ട് എന്ന് അമൃതയും അഭിരാമിയും ഒക്കെ പറയുന്നത് ശരിയാണ് എന്നുള്ളത് വാസ്തവമായ കാര്യം തന്നെയായിരിക്കണം. കാരണം എല്ലാ കുട്ടികളും ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന കുട്ടികളാണ്. ഈ കുട്ടികൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ഗോസിപ്പുകൾ കേൾക്കാനിടയാവുകയും ആ കുട്ടികൾ വലിയ രീതിയിൽ മാനസിക പ്രശ്നം സ്കൂളുകളിലുമൊക്കെ കുട്ടികൾക്ക് ഉണ്ടാവുകയും ഒക്കെ ചെയ്യും. അങ്ങനെ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഉയർന്നു വന്ന മറ്റൊരു ആരോപണം അമൃത സുരേഷും ഗോപി സുന്ദറുമായുള്ള ബന്ധത്തിലുണ്ടായ പ്രശ്നങ്ങളായിരിക്കാം ഈ കുട്ടിയെ കൂടുതൽ ബാധിച്ചിട്ടുണ്ട് എന്നാവുകയാണ്. അത്തരത്തിലുള്ള വിഷയങ്ങളെക്കാളേറെ ഒരു അച്ഛനും അമ്മയും തമ്മിലുള്ള ഒരു വിവാഹ ജീവിതത്തിൽ ഏർപ്പെടുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരു ഭർത്താവ് വന്ന് ഭാര്യയെക്കുറിച്ച് പറയുമ്പോഴാണ് കൂടുതൽ വിശ്വാസ്യത കൈവരുന്നത്. തീർച്ചയായും കുട്ടിയെ കാണിക്കുന്നില്ല, അല്ലെങ്കിൽ കുട്ടിയെ കാണാൻ പറ്റുന്നില്ല, കുട്ടിയെ കാണിക്കുന്നില്ല, കുട്ടിയെ ഒരു രീതിയിലും അടുക്കാൻ സമ്മതിക്കുന്നില്ല എന്ന തരത്തിലുള്ള ബാലയുടെ ആരോപണങ്ങൾ പലപ്പോഴും കള്ളമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. കൊറോണയുടെ സമയത്ത് തന്നെ കുട്ടിക്ക് കൊറോണയാണെന്നും കാണിക്കുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ പുറത്തു വരികയും അതിനുശേഷം കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അമൃത രംഗത്ത് വന്നുകയും ചെയ്തപ്പോൾ തന്നെ നമുക്കത് മനസ്സിലായതാണ്. ഈ കുട്ടിയെ കാണണമെന്ന് സോഷ്യൽ മീഡിയയിലൂടെ ആവശ്യപ്പെടുന്നതല്ലാതെ നേർ രീതിയിൽ ഒരു തരത്തിലുള്ള ശ്രമവും ഈ കുട്ടിയെ കാണാൻ വേണ്ടി നടത്തിയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇങ്ങനെ ചിലപ്പോഴെങ്കിലും നമ്മൾ പറയുന്നുണ്ട്, പലപ്പോഴും പലരും ചോദിച്ചൊരു ചോദ്യമുണ്ട്, 3 വയസ്സുള്ള ഒരു കുട്ടിയുടെ ഓർമ്മ നിലനിൽക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് അമൃത പറയുന്നത് ഏറെക്കുറെ ശരിയാണ്. ഡ്രമാറ്റിക്കായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ നമ്മൾ ഏതെങ്കിലും അപകടത്തിൽപ്പെടുകയോ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ കുട്ടികൾ ഓർത്തിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം എനിക്ക് അത്തരത്തിലുള്ള ചില ഓർമ്മകളുണ്ട്. കാരണം 3 വയസ്സുള്ളപ്പോൾ ഞാൻ ഒരിക്കൽ ഒരു ബാൽക്കണിയിൽ നിന്ന് പാരപ്പറ്റിലേക്ക്, ഒരു വീടിന്റെ ബാൽക്കണിയിൽ നിന്ന് പാരപ്പറ്റിലേക്ക് വീണ ഒരു സാഹചര്യം എനിക്ക് നന്നായി ഓർമ്മയുണ്ട്. ഞാൻ തന്നെ കുറച്ച് കസേരയുടെ പുറത്തു നിന്ന് കളിച്ചുകൊണ്ടിരുന്ന ഞാൻ പെട്ടെന്ന് ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് പോകുന്ന സാഹചര്യം, ആ സാഹചര്യം ഞാൻ തന്നെ പുറത്തേക്ക് നോക്കിയിട്ടാണ്. ആ സാഹചര്യം എനിക്ക് നല്ലവണ്ണം ഓർമ്മയുണ്ട്. അതെന്നെ ഏറ്റവും പേടിപ്പെടുത്തിയ ഒരു അനുഭവമാണ്. ഇപ്പോഴും എനിക്ക് ഈ വലിയ വലിയ ഫ്ളാറ്റിന്റെയൊക്കെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോഴോ വലിയ വലിയ കെട്ടിടങ്ങളുടെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോഴോ അത് ഓർമ്മ വരാറുണ്ട്. അതെന്റെ ജീവിതത്തിൽ ഒരു നേർ എക്സ്പീരിയൻസ് ആണ്. 3 വയസ്സുള്ളപ്പോൾ, ഒരു 2.5-3 വയസ്സുള്ളപ്പോഴാണ്. ബീഹാറിൽ വെച്ചായിരുന്ന സംഭവം. 2.5-3 വയസ്സുള്ളപ്പോഴാണ്. അത് ആരും പറഞ്ഞ ഓർമ്മയല്ല, കേട്ട ഓർമ്മയാണ്. ആരും പറഞ്ഞു തന്നതല്ല, എന്റെ ഓർമ്മയിലുള്ളതാണ്. നമുക്ക് ഇത്തരത്തിലുള്ള പല അനുഭവങ്ങളും ഉണ്ടാകും. പല കുട്ടികളും ഇത്തരത്തിൽ
അച്ഛനമ്മയോട് പെരുമാറുന്നതൊക്കെ നേരിട്ട് കാണുന്ന സാഹചര്യത്തിൽ അതൊക്കെ ഓർത്തിരിക്കുന്ന സാഹചര്യമുണ്ട്. എനിക്കറിയുന്ന ഒരു മാതാവ്, ആ മാതാവിന്റെ അച്ഛനോട് പറഞ്ഞിട്ടില്ല, ഭർത്താവ് കഴുത്തിൽ ഷോൾ ചുറ്റി കുരുക്കി ഒരിക്കൽ വലിച്ചു പിടിച്ച് ദേഷ്യം വന്നപ്പോൾ ഷോളിൽ കയറി പിടിച്ചതാണ്. പക്ഷെ അത് വലിയ കുരുക്ക് വീഴുന്ന രീതിയിലേക്കായിപ്പോയി. അതിനുശേഷം ഈ മാതാവും പിതാവും തമ്മിലുള്ള കേസ് നടക്കുമ്പോൾ 3.5 വയസ്സുള്ള കുട്ടി ഒരിക്കൽ പിതാവ് പറഞ്ഞു, നിന്റെ അമ്മയോട് പറയാൻ നമുക്ക് എങ്ങനെയെങ്കിലും അവിടെ പോയിരുന്ന് ജീവിക്കൂ, ഇനി അവൻ പ്രശ്നം ഉണ്ടാക്കില്ല ഭർത്താവ് എന്ന് പറയുന്നത് കേട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ട് അപ്പൂപ്പനോട് എന്റെ അമ്മയെ അച്ഛന്റെ അടുത്തേക്ക് വിടരുത്, എന്റെ അച്ഛൻ തല്ലിക്കൊല്ലുമെന്ന് പറഞ്ഞൊരു സാഹചര്യം എനിക്ക് നേരിട്ടറിയാം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസുകൾ പലപ്പോഴും ചില കുട്ടികളെങ്കിലും ഓർത്തിരിക്കും. കാരണം സാധാരണ എല്ലാ കുട്ടികളും ഒരുപോലെയല്ല. ഓർമ്മയുടെ കാര്യത്തിലാണെങ്കിലും ഐക്യുവിന്റെ കാര്യത്തിലാണെങ്കിലും ഇക്യുവിന്റെ കാര്യത്തിലാണെങ്കിലും ഒന്നും എല്ലാവരും ഒരുപോലെയല്ല. അതുകൊണ്ട് തന്നെ ഇമോഷണൽ കോഷ്യന്റ് കൂടിയ കുട്ടികളും ഇന്റലക്ച്വൽ കോഷ്യന്റ് കൂടിയ കുട്ടികളും ഒക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്. എല്ലാ മനുഷ്യരും അങ്ങനെയൊക്കെ തന്നെയല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികൾ ചിലപ്പോൾ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഓർമ്മകൾ ഓർത്തിരിക്കാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ അമൃത പഠിപ്പിച്ച് പറഞ്ഞതാണ് എന്നുള്ള വാദത്തിന് വലിയ പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്തായാലും 18 വയസ്സുള്ള ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി ഐഡന്റിഫൈ ചെയ്യപ്പെടുന്നതിന് മുമ്പ് ഒരു പാട്ടുകാരിയായിരുന്നു. ആ കുട്ടി എന്താണെന്ന് ആ കുട്ടി തന്നെ മനസ്സിലാക്കുന്നതിന് മുമ്പ് അത് പെട്ടെന്ന് ഒരു പ്രണയത്തിലേക്ക് പോവുകയും ആ പ്രണയത്തിൽ മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലായിട്ട് പോലും തന്നെ വഞ്ചിക്കുകയായിരുന്നു എന്നും മറ്റൊരു വിവാഹം ഇയാൾ കഴിച്ചിട്ടുണ്ട് എന്ന ബോധ്യം വന്നിട്ട് കൂടി ആ പ്രണയത്തിന്റെ പേരിൽ ജീവിതം ഹോമിക്കാൻ ബാധ്യസ്ഥപ്പെട്ട അല്ലെങ്കിൽ അത്തരത്തിൽ തയ്യാറായ ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി അതിന് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായപ്പോഴായിരിക്കും ഒരു പക്ഷേ അതിൽ നിന്ന് പുറത്തു വരുന്നത്. നമുക്കറിയാം, ഈ എല്ലാവരും സ്ത്രീകളെ കണക്ക് കൂട്ടുന്നത് ഒരു ഡിവോഴ്സ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ഒതുങ്ങിക്കൂടുകയോ മറ്റൊരു വിവാഹം കഴിക്കുകയോ ചെയ്യുന്ന പെൺകുട്ടികളെ ആർക്കും ഒരു പ്രശ്നവുമില്ല. നേരെ മറിച്ച് ആ പെൺകുട്ടി എവിടെ നിന്നാണ് സർവൈവൽ തുടങ്ങുന്നത്? അതായത് ഒരു വിവാഹം കഴിച്ചു, തന്റെ പ്രൊഫഷനുമായി മുന്നോട്ട് പോകുന്നു, ആ വിവാഹത്തിൽ പരാജയപ്പെട്ടാലും പ്രൊഫഷനുമായി മുന്നോട്ട് പോകുന്നു, ആ പെൺകുട്ടി സ്വയം അധ്വാനിച്ച് അവരുടെ ജീവിതമാർഗം കണ്ടെത്താൻ നോക്കുന്നു. അങ്ങനെ വരുന്ന പെൺകുട്ടികൾ അതിനിടയിൽ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ അവരെ കുറെ കൂടി ബോൾഡാക്കും, അവരുടെ സാഹചര്യങ്ങൾ മാറ്റും, അവരുടെ ജീവിത രീതി തന്നെ ചിലപ്പോൾ മാറ്റിയേക്കാം. അത്തരത്തിലുള്ള പെൺകുട്ടികളെയാണ് പലപ്പോഴും അക്രമത്തിന് കൂടുതൽ ഇരയാക്കുന്നത്. നേരെ മറിച്ച് ഒരു വിവാഹബന്ധം അങ്ങ് തകർന്നു, ഒരു കുട്ടിയുണ്ട്, ആ മറ്റൊരു വിവാഹത്തിലേക്ക് പോയാൽ ഇവിടെ ആർക്കും വലിയ പ്രശ്നമൊന്നുമില്ല. അങ്ങനെയാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. വിവാഹമോചിതരായിത്തീരുന്ന പുരുഷന് ഒരു പ്രശ്നവുമില്ല. ഇവിടെ തന്നെ നമ്മൾ നോക്കൂ, ബാല ഇപ്പോൾ 3 വിവാഹം കഴിച്ചിരുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ബാലയെ ആരും ഒന്നും പറയുന്നില്ല. എന്നാൽ 14 വർഷത്തിന് ശേഷം ആ പെൺകുട്ടി അമൃത ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയത് തെറ്റായിപ്പോയി, അല്ലെങ്കിൽ അമൃതയ്ക്ക് അത് പിഴച്ചുപോയി. എല്ലാവരും ഒരുപോലെയല്ല, എല്ലാവരും ബുദ്ധിപരമായ തീരുമാനമല്ല പലപ്പോഴെങ്കിലും എടുക്കുന്നത്. ഇത്രയധികം സാഹചര്യങ്ങളിൽ സമ്മർദ്ദങ്ങളിൽ പെട്ടുപോയ ഒരു പെൺകുട്ടി ചിലപ്പോൾ ചെന്നുപെട്ട ഒരു അപകടം ആ പെൺകുട്ടി പോലും ഒരുപക്ഷെ ഓർത്തിരിക്കില്ല, അല്ലെങ്കിൽ ഇത്രയും എസ്റ്റാബ്ലിഷ്ഡ് ആയ തന്നെ പോലൊരാളെ ഇയാൾ ചതിക്കും എന്ന ധാരണ ആ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നില്ല എന്ന് വേണം കരുതാൻ. അപ്പോൾ ജീവിക്കാൻ നമുക്കറിയാമല്ലോ, ആ അമൃതയുടെ ഒപ്പം ഉണ്ടായിരുന്ന ആൾ എങ്ങനെയുള്ള ആളാണെന്ന് നമുക്കറിയാം. അത് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി ഒരുപക്ഷെ, അല്ലെങ്കിൽ ആ സമയത്ത് ഇങ്ങനെ ഒരു 2 വിവാഹം കഴിഞ്ഞു, മൂന്നാമത് അല്ലെ 2 ജീവിതം, ആദ്യ ഒരു വിവാഹം കഴിച്ചു, പിന്നെ ഒരു ലിവിംഗ് ടുഗദറിലേക്ക് പോയി, അത് കഴിഞ്ഞ് മറ്റൊരു പെൺകുട്ടിയോട് അടുത്ത് വരുമ്പോൾ ഇതിലൊരു അപകടമുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോയത് അമൃതയുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ്. അത് പക്ഷേ ജനങ്ങൾക്ക്, ചെറിയ കുട്ടിയാണ്, 34 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടിയാണ് അമൃത. യഥാർത്ഥത്തിൽ 12 വയസ്സുള്ള ഒരു കുട്ടിയുടെ അമ്മയാണെങ്കിൽ പോലും ആ കുട്ടിയോടൊപ്പം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അമൃത എന്നേ പറയാൻ കഴിയും. സാഹചര്യങ്ങൾ ചിലപ്പോ ചില സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ എപ്പോഴോ തന്നോട് സ്നേഹമുണ്ടെന്നോ അല്ലെങ്കിൽ ഇത് പോകില്ലെന്നോ, സമൂഹത്തിൽ കൂടുതൽ എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിഞ്ഞാൽ ഈ ബന്ധത്തിൽ നിന്ന് ഇയാൾ പിന്മാറില്ലെന്നോ, അല്ലെങ്കിൽ ഇയാൾ ഇനിയും മറ്റൊരു ബന്ധം തേടി പോകില്ലെന്നോ ഒക്കെ വിചാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാവാം ഒരുപക്ഷെ അമൃത അത്തരത്തിൽ പബ്ലിക്കായി റിലേഷൻഷിപ്പിനെ കൊണ്ടു നടന്നത്. മാത്രമല്ല, ഒരു കോമൺ ഫാക്ടർ ഉണ്ടായിരുന്നു എന്ന് അമൃത തന്നെ പറയുന്നു. സംഗീതം എന്ന കോമൺ ഫാക്ടർ ഉണ്ടായിരുന്നു. ആ കോമൺ ഫാക്ടർ നിലനിന്നതുകൊണ്ടാണ് താൻ അത്തരത്തിലുള്ള പ്രണയത്തിലേക്ക് വീണുപോയത് എന്ന് പറയുന്നു. ഏതായാലും അത് അപകടമാണെന്ന് മനസ്സിലാക്കിയ സമയത്ത് തന്നെ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് വരുന്ന അമൃതയെ നമ്മൾ കണ്ടു. പക്ഷെ അപ്പോഴും അമൃത കുറ്റക്കാരിയാവുകയും 3 വിവാഹം കഴിച്ച ആ പുരുഷൻ ഇന്നും അയാൾക്കൊരു കുഴപ്പവുമില്ല. അയാളെ ആരും സമൂഹത്തിൽ ചോദ്യം ചെയ്യുന്നില്ല. അയാളുടെ ഒപ്പം വന്ന 2 സ്ത്രീകളും, നമുക്കറിയുന്ന 2 സ്ത്രീകളും, ആദ്യത്തെ സ്ത്രീ ഉൾപ്പെടെ 3 സ്ത്രീകളെന്ന് പറയാം, അവരവരുടെ മാന്യത കാണിച്ചുകൊണ്ട് അവർ ചെളിവാരി എറിയാതെ സമൂഹത്തിൽ അപമാനം വരുത്താതെ ജീവിച്ചു എന്നുള്ളത് കൊണ്ട് അവർ കുറ്റക്കാരായി പോകുന്നു. പലപ്പോഴും നമ്മൾ അങ്ങനെയാണ്. ഈ വിവാഹമോചിതരായവർ കാര്യങ്ങൾ പുറത്തു പറഞ്ഞില്ലെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചതെന്ന് പുറത്തു പറയുന്നില്ല എന്നൊരു നിലപാടെടുത്താൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രതിസന്ധിയിലായിരിക്കും. സ്ത്രീകളായിരിക്കും അവിടെ കുറ്റക്കാരായി ഗണിക്കപ്പെടുക. പലപ്പോഴും നമ്മൾ അത്തരത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് പോകാത്തത് പല ഘടകങ്ങൾ കൊണ്ടാണ്. നമ്മുടെ വളർന്നു വന്ന സാഹചര്യം, അല്ലെങ്കിൽ നമ്മുടെ ഒരു മാന്യത, നമ്മുടെ ഒരു സംസ്കാരം അത്തരത്തിൽ ചെളിവാരി എറിയുന്നതിനോട് യോജിക്കുന്ന സംസ്കാരമാവില്ല. പക്ഷെ ഇവിടെ എന്താണ് സംഭവിച്ചത്?
ഇത്തരത്തിൽ മിണ്ടാതിരിക്കുന്ന സ്ത്രീകൾ എപ്പോഴെങ്കിലും മൗനം ഭജിക്കാനുള്ള കാരണം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ കൃത്യമായ കാരണങ്ങൾ ഉണ്ടാവും. കഴിഞ്ഞ 14 വർഷം മിണ്ടാതിരുന്ന അമൃത ഇന്നലെ അവരുടെ ഒരു വളരെ കൃത്യമായ മൗനം, ഒരു സൈലൻസ് ബ്രേക്ക് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ആരാണ് ആ സ്ത്രീ അവിടെ കൊണ്ടുവന്ന് സംസാരിപ്പിച്ചത്? അതിനിടയിൽ ചില കമന്റുകൾ അമൃതയെ ചുറ്റിപ്പറ്റി കണ്ടു. വളരെ മാന്യാണ് മേതിൽ ദേവികയും അല്ലെങ്കിൽ മഞ്ജു വാര്യരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലർ അതിന്റെ താഴെ കമന്റ് ചെയ്തിരിക്കുന്നു, നിങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്ന് സോഷ്യൽ മീഡിയയിൽ അലക്കാതെ എന്ന്. മഞ്ജു വാര്യരും മേതിൽ ദേവികയും ഒക്കെ മാന്യകളായി തീരുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന പുരുഷന്മാർ കൂടി മാന്യന്മാരാകുമ്പോഴാണ്. അവരൊന്നും അത്തരത്തിൽ ആരും വന്ന് പരസ്പരം വിഴുപ്പലക്കാത്തത് കൊണ്ട് മാത്രമാണ്. കഴിഞ്ഞ 14 വർഷമായി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അമൃത ഒരു ഘട്ടത്തിലെങ്കിലും അവരുടെ ഏറ്റവും പ്രയാസകരമായ അവരുടെ മകളെ കൂടി ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ആക്രമിക്കാനുള്ള അവസ്ഥയുണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം അതിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അവർ ഇന്നലെ പറഞ്ഞത്. നമുക്കറിയാം രണ്ടാമതല്ല നമുക്കറിയുന്ന രണ്ടാം വിവാഹമാണ് ബാലയുടേത്. നമുക്കറിയുന്ന അതിനു മുമ്പ് അദ്ദേഹം വിവാഹം കഴിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഈ 2 വിവാഹം നടക്കുമ്പോഴും ഒരക്ഷരം പോലും അമൃത ബാലയെ കുറ്റപ്പെടുത്താനോ ഏതെങ്കിലും തരത്തിൽ സംസാരിക്കാനോ മുതിർന്നിട്ടില്ല. എന്നാൽ ഇവിടെ അമൃതയെ ഏതെല്ലാം തരത്തിൽ മോശക്കാരായി ആക്ഷേപിക്കണം. അമൃത ചെയ്തത് തെറ്റാണ്, അമൃത എടുത്ത തീരുമാനം തെറ്റിപ്പോയി, ശരിയാണ്. പക്ഷെ അപ്പോഴും അമൃത വിവാഹം കഴിഞ്ഞു, ഡിവോഴ്സായി. അതിനുശേഷം അമൃത മറ്റൊരു വിവാഹത്തിലോ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലോ പോയാൽ അതിനെ പരിഹസിക്കാൻ എന്തിനാണ് ഇയാൾ വരുന്നത്? അയാൾ ഒരു വിവാഹം കഴിച്ച് ആ വിവാഹം നിലനിൽക്കുമ്പോഴും വിവാഹമില്ലാത്തപ്പോഴും എല്ലാ ഘട്ടത്തിലും ആ വിവാഹം കഴിച്ച സമയത്തും ഒക്കെ വളരെ ക്രൂരമായ രീതിയിൽ ഈ പെൺകുട്ടിയെ ആക്രമിക്കാൻ ആണ് അയാൾ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതിൽ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഒരു കാര്യം സത്യമാണ്, ഒരു കാര്യത്തെ ഞാൻ അനുകൂലിക്കുന്നില്ല, കുട്ടികളെ ഇത്തരത്തിൽ ഉപയോഗിക്കുന്നതിനെ ഞാൻ അനുകൂലിക്കുന്നില്ല. പലപ്പോഴും കുട്ടികളെ കോടതിയിലേക്ക് കയറ്റേണ്ട എന്ന സാഹചര്യം എടുത്തു പോന്ന ചില മാതാപിതാക്കളെങ്കിലും കുട്ടികളെ കോടതിയിലേക്ക് കൊണ്ടുവരുന്നതും കുട്ടികളെ ഇത്തരത്തിൽ വലിച്ചിഴക്കുന്നതും ഒരു തരത്തിലുള്ള കോമ്പൻസേഷനും ഒന്നും ചോദിക്കാതെ പോന്നിട്ടുണ്ടെങ്കിൽ പോലും ചിലപ്പോഴെങ്കിലും അത്തരത്തിൽ സംസാരിക്കാൻ നിർബന്ധിതരായി പോകുന്ന മാതാപിതാക്കളുണ്ട്. ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് നമുക്കറിയാം, ഇപ്പോ ഈ കുട്ടി എല്ലാം കണ്ടും കേട്ടും അനുഭവിച്ചും കഴിഞ്ഞ 14 വർഷമായി നിരന്തരം ഈ കുട്ടിയുടെ അച്ഛൻ പറയുന്നത്, സമൂഹത്തിൽ പറയുന്നത് കേട്ടുകൊണ്ട് പലപ്പോഴും അത് ചിലപ്പോൾ ഒരുപക്ഷെ വീട്ടിലൊക്കെ സംസാര വിഷയമായിട്ടുണ്ടാവും, വീട്ടിൽ ഈ വിഷയങ്ങൾ സംസാരിക്കുന്നുണ്ടാവും. നിരന്തരമായി ഇത്തരത്തിലുള്ള സാഹചര്യം വരുമ്പോൾ ഇതിന് അനുകൂലമായ സാഹചര്യങ്ങൾ സംസാരിക്കുന്നുണ്ടാവും. അപ്പോ ഈ കുട്ടികൾക്ക് പൊതുവിൽ അത്തരത്തിൽ അവരുടെ മാനസിക നിലയിലും ചില മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. നമുക്കറിയാം, ഒരു മാതാപിതാക്കളും ഇപ്പോ വേർപിരിഞ്ഞു പോകുന്ന മാതാപിതാക്കളൊക്കെ വിചാരിക്കേണ്ട ഒരു കാര്യം അച്ഛന്റെയും അമ്മയുടെയും കൂടിയാണ് കുട്ടികൾ എന്നുള്ളതാണ്. അവിടെ ചേരാത്തത് അല്ലെങ്കിൽ യോജിക്കാത്തത് അച്ഛനും അമ്മയും എന്ന നിങ്ങളുടെ ഭാര്യ ഭർത്തൃ എന്ന ആ ഒരു ബന്ധം മാത്രമാണ്. അവിടെ അച്ഛനെയോ അമ്മയെയോ ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അച്ഛനെ ഒഴിവാക്കിയോ അമ്മയെ ഒഴിവാക്കിയോ കുട്ടികളെ അത്തരത്തിൽ വളരാൻ പ്രേരിപ്പിക്കുകയോ അല്ലെങ്കിൽ കുട്ടികളെ അത്തരത്തിൽ പൊരുതാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നതിനെ ഒരിക്കലും അനുകൂലിക്കുന്ന ഒരാളല്ല ഞാൻ. പക്ഷെ ഇവിടെ നിരന്തരം ബാല ഈ കുട്ടിയെയും കുട്ടിയുടെ അമ്മയും ഒക്കെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലായിരിക്കണം ഒരുപക്ഷെ ആ കുട്ടി വ്ളോഗർ കൂടിയാണ്, കാര്യങ്ങൾ കാണാനും കേൾക്കാനും ഒക്കെ കഴിവുള്ള കുട്ടിയാണ്, നല്ല ബുദ്ധിപരമായി ചിന്തിക്കാൻ കഴിവുള്ള കുട്ടിയാണ്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ സമൂഹത്തിലേക്ക് വന്ന് ഇത് പറയാനുള്ള സാഹചര്യം ഉണ്ടായത്. ഇതൊന്നുമില്ലെങ്കിലും ഇത്തരത്തിൽ ചിന്തിക്കാത്ത ചിലരും ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് ഒന്നും അറിയാത്തതുപോലെ അല്ലെങ്കിൽ ആരുടെയൊക്കെയോ സ്വാധീനത്തിന് വഴങ്ങി ഇത്തരത്തിൽ ചില കുട്ടികൾ സോഷ്യൽ മീഡിയയിൽ വന്ന് അവരുടെ മാതാവിനെയും പിതാവിനെയും ഒക്കെ ആക്രമിക്കാനുള്ള സാഹചര്യങ്ങൾ ചില ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുമുണ്ട്. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇവിടെ ഈ വിഷയത്തിൽ ഈ കുട്ടി വല്ലാതെ ഹർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ആ കുട്ടിയെ ഇനിയെങ്കിലും സമൂഹം വലിയ രീതിയിൽ ആ കുട്ടിയെ ആക്രമിക്കുന്നുണ്ട്, അതിന്റെ അമ്മയെ ആക്രമിക്കുന്നുണ്ട്. ആ കുട്ടിയെ വെറുതെ വിടണം. കുട്ടിയെ ഇനി അത്തരത്തിൽ വലിച്ചഴിക്കുന്നതിന് ഒരു നല്ല നടപടിയല്ല. ചെറിയ കുട്ടിയാണ്. ചെറിയ കുട്ടികൾ പലപ്പോഴും സ്വാധീനത്തിന് വഴങ്ങിയോ അല്ലാതെയോ അവരുടെ വിഷമങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ സമൂഹത്തിന് മുന്നിൽ വന്ന് പറയേണ്ടി വരുന്ന അവസ്ഥ വലിയ കഷ്ടമാണ്. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മാനസികാരോഗ്യം തകരാറിലാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പലപ്പോഴും ഈ അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങളുടെ ഇടയിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ കുട്ടി ഏതെങ്കിലും ഒരു ഭാഗത്താവും. ഒന്നിൽ അച്ഛന്റെ ഭാഗത്താകും അല്ലെങ്കിൽ അമ്മയുടെ ഭാഗത്താകും. ഈ അമ്മയുടെ ഭാഗത്താണെങ്കിലും അച്ഛന്റെ ഭാഗത്താണെങ്കിലും നമ്മൾ വിചാരിക്കും കുട്ടികൾ വളരെ സന്തോഷമുള്ളവരാണ്, കുട്ടികൾക്ക് ഒരു പ്രശ്നവുമില്ല എന്ന്. പക്ഷെ അവരുടെ ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളിലും അവർക്കൊരു കുടുംബജീവിതം ഉണ്ടായാലും നാളെ ഇതിനെയെല്ലാം ബാധിക്കാൻ പോകുന്നത് ഈ അടിസ്ഥാനമായ കാര്യങ്ങൾ തന്നെയാവും. അതുകൊണ്ട് മാതാപിതാക്കൾ വേർപിരിഞ്ഞു പോയാലും ദയവ് ചെയ്ത് കുട്ടികളെ അവരുടെ അച്ഛനെയും അമ്മയും ഒക്കെ അവരൊക്കെ കാണട്ടെ, സംസാരിക്കട്ടെ, സഹകരിക്കട്ടെ. അവർ പരസ്പരം അങ്ങനെ വൈരാഗ്യവും വിദ്വേഷവും ഇല്ലാത്ത ആൾക്കാരായി വളരട്ടെ എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഇപ്പോ
പല ഘട്ടത്തിലും പറയുന്നത് ഈ ബാല വെറുതെ സോഷ്യൽ മീഡിയയിൽ പറയുന്നതാണ് എന്നാണ്. അല്ലാത്ത സമയത്ത് നമുക്ക് തന്നെ അമൃതയുടെ ജെന്യൂനിറ്റി ബോധ്യപ്പെട്ടിട്ടുണ്ട്. അമൃത തന്നെ പറയുന്നുണ്ട്, കോവിഡ് വന്ന് കിടന്നു എന്ന് പറഞ്ഞ സമയത്ത് ഞങ്ങൾ കുട്ടിയെ ക്ലാസ് ബ്രേക്ക് ചെയ്തുകൊണ്ട് നോക്കിയിരിക്കുകയാണ്, നിങ്ങൾ വിളിക്കൂ എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എലിസബത്തും അത്തരത്തിൽ ഒരു തരത്തിലുള്ള റെസ്ട്രിക്ഷനും ബാലയ്ക്ക് വെച്ചിരുന്ന ഒരാളല്ല. മകളോട് സംസാരിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നും വെച്ചിരുന്ന ഒരാളല്ല. ചില സ്ത്രീകൾ അങ്ങനെയുമുണ്ട്. ചില സ്ത്രീകൾ മറ്റൊരു ഭർത്താവിന്റെയോ ഭാര്യയുടെയോ ഒക്കെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ശത്രുക്കളായി മറ്റ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും അവരുടെ കുട്ടികളും ഒക്കെ മാറാറുണ്ട്. അത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ വളരെ സ്നേഹം പ്രകടിപ്പിച്ചോ അല്ലെങ്കിൽ ഭർത്താവിനോട് സ്നേഹപ്രകടനം നടത്തിയോ വീട്ടിൽ വഴക്കുണ്ടാക്കിയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോ ഒക്കെ കുട്ടികളെ മുതലെടുക്കാനും കുട്ടികളെ അത്തരത്തിൽ വളർത്താനും അല്ലെങ്കിൽ കുട്ടികളെ മുതലെടുത്തുകൊണ്ട് ജീവിക്കാനുമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്ന ചില സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ സമൂഹത്തിലുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ചെയ്യുന്നത് വലിയ തെറ്റാണ്. കുട്ടികളോട് സ്നേഹമുണ്ടെങ്കിൽ ആ കുട്ടികളെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർക്ക് ശാപവും വഴക്കും ദ്രോഹവും കഷ്ടപ്പാടുകളും ഒന്നും ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ്. അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും കരയുന്നതും സങ്കടപ്പെടുന്നതും വിഷമപ്പെടുന്നതും ഒക്കെ ഒരു പ്രകൃതിക്കൊരു നിയമമുണ്ട്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഏതൊക്കെ പറഞ്ഞാലും ഒരു പ്രകൃതി നിയമമാണ്. അത് നമ്മൾ ആരുടെയെങ്കിലും കണ്ണുനീരിന് പാത്രമായിട്ടുണ്ടെങ്കിൽ നാളെ നമ്മളും അത് അനുഭവിക്കേണ്ടി വരും എന്നത് സംശയലേശമെന്നെ പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് മാതാപിതാക്കളുടെ അല്ലെ അച്ഛന്റെയോ അമ്മയുടെയോ ഒക്കെ കണ്ണുനീര് വീഴ്ത്താൻ, ആ കുട്ടികളുടെ ജീവിതത്തിലേക്ക് കരിനിഴൽ വീഴ്ത്താൻ നിങ്ങൾ ശ്രമിക്കുന്നത് സ്നേഹമല്ല, അത് നിങ്ങളുടെ സ്വാർത്ഥതയാണ്. അതുകൊണ്ട് കുട്ടികളൊക്കെ പരസ്പരം, അത് അച്ഛനായാലും അമ്മയായാലും ഒക്കെ കുട്ടികൾ പരസ്പരം സ്നേഹത്തോടെ സഹകരണത്തോടെ വളരട്ടെ. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം മാത്രമേ ബ്രേക്ക് ആവുന്നുള്ളൂ. ഒരിക്കലും അമ്മയും അച്ഛനും മക്കളും തമ്മിലുള്ള ബന്ധം, അത് അച്ഛനോടായാലും അമ്മയോടായാലും ആ ബന്ധം ഒരിക്കലും ഇല്ലാതാവുന്നില്ല. എത്രയൊക്കെ ഇല്ലാതാകുന്നുവെന്ന് പറഞ്ഞാലും അത് ആത്യന്തികമായി ഇല്ലാതാവില്ല എന്ന സത്യം നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഇവിടെ ബാല ഇനിയെങ്കിലും സംയമനം പാലിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയെ കാണണമെങ്കിൽ അല്ലെങ്കിൽ ആ കുട്ടിയോട് സംസാരിക്കണമെങ്കിൽ അതിനെ യാഥാർത്ഥ്യം മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും വരെ കാത്തിരിക്കണം. അല്ലെങ്കിൽ ആ കുട്ടിയെ ഏതെങ്കിലും രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ കുട്ടിയോട് സ്നേഹം പ്രകടിപ്പിക്കാനോ നിങ്ങൾക്ക് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല. അമൃത എന്ന് പറയുന്ന പെൺകുട്ടി ഒരിക്കലും നിങ്ങൾ വിളിച്ചാൽ ഫോൺ കൊടുക്കാത്ത ഒരാളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അതിനുള്ള സാഹചര്യം ഒരുക്കുകയാണ് വേണ്ടത്. മറിച്ച് ആ കുട്ടിയുടെ മാനസികാരോഗ്യം ഇല്ലാതാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുകയും കുട്ടിക്ക് ശാപം വരുത്തിവെക്കാനോ അല്ലെങ്കിൽ അതിന് വിഷമം ഉണ്ടാക്കാനോ അതിന് സങ്കടം ഉണ്ടാക്കാനോ ഉള്ള പ്രവൃത്തികളിലേക്ക് മാറുന്നതല്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്യണം.